തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് ആവേശം ഉച്ചസ്ഥായിയിലെത്തി. വോട്ടുറപ്പിക്കാനുള്ള അന്തിമ ഒരുക്കത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഉയർന്നുവന്ന സോളാർ തെളിവും VS-നെതിരായ കേസും UDF-നും മുഖ്യമന്ത്രിക്കും തിരിച്ചടിയായി. കൊട്ടിക്കലാശത്തിനായി ഇനി മണിക്കൂറുകൾ മാത്രം. അന്തരീക്ഷത്തിലെ കൊടും ചൂടിനെ മറികടന്ന് സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമർന്നു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പകുതിയിലേറെ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. പല മണ്ഡലങ്ങളിലും LDF, UDF മുന്നണികൾക്ക് ഭീഷണിയായി BJP, BDJ സ്ഥാനാർത്ഥികൾ നിലയുറപ്പിച്ചത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവചനാതീതമാക്കി. പൂഞ്ഞാർ, ചെങ്ങന്നൂർ, കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ അപൂർവം ചില മണ്ഡലങ്ങളിൽ ശക്തമായ ചതുഷ്കോണ മത്സരവും നടക്കുന്നുണ്ട്. പ്രചരണ വിഷയങ്ങൾ മാറിമറിഞ്ഞു വന്നത് മുന്നണികളെ ഒരുപോലെ ആശങ്കയിലാക്കുന്നു. സർക്കാരിന്റെ ഭൂമിദാനത്തിൽ തുടങ്ങി BJP ബന്ധത്തിലൂടെ സൊമാലിയൻ പരാമർശത്തിൽ എത്തി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വരെയുള്ള പ്രചരണം. എന്നാൽ കേസുകളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ നൽകിയ ഹർജിയിലുണ്ടായ എതിർവിധി അവസാന ലാപ്പിൽ മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയായി. ഡെമോക്രസിന്റെ വാളുപോലെ അടുത്ത ദിവസങ്ങളിലും പടർന്നു പിടിക്കാവുന്ന വിഷയമായി സോളാർ ഉയർന്നു വന്നതും കോൺഗ്രസിനെയും മുഖ്യമന്ത്രിയെയും ആശങ്കയിലാക്കുന്നു. അവസാന നിമിഷങ്ങളിലെ പ്രചരണത്തിൽ ആധിപത്യം നേടാൻ 18 അടവും പയറ്റുകയാണ് മുന്നണികൾ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.